ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അർച്ചന അതെടുത്ത് കുടിച്ചിരിക്കുകയാണ്. അങ്ങനെ തലകറങ്ങി വീണ അർച്ചനയെ സച്ചിയും സന്ദീപും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ആശുപത്രിയാണ്. അർച്ചന ഇപ്പോൾ പതിയെ കണ്ണു തുറക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഓക്കെ അല്ലേ? എനിവേ യു ആർ വെരി ലക്കി എന്ന് ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ടെന്ന്. അത് സാരമില്ല, റെസ്റ്റ് എടുത്താൽ മാറിക്കോളും എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ അവിടേക്ക് സച്ചിയും സന്ദീപും വരുന്നു. താൻ എന്തിനാ ഇത്രയ്ക്കും റിസ്ക് എടുക്കാൻ പോയത്? പായസത്തിൽ പോയിസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ലാബില്ലേ? അതെടുത്ത് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് അർച്ചനയോട് ചോദിക്കുകയാണ് ഡോക്ടർ. ടെസ്റ്റ് റിസൾട്ട് വന്ന് ഇപ്പോൾ ഡോക്ടറിന്റെ കയ്യിൽ ഒരു നേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ സച്ചി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ പോകാമെന്ന് ഡോക്ടർ പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് മുടങ്ങിയല്ലേ എന്ന് അർച്ചന സച്ചിയോട് ചോദിക്കുന്നു. ഏട്ടത്തി വിഷമിക്കണ്ട, ചോറൂണ് മുടങ്ങില്ല. അവരെല്ലാവരും നമ്മൾ ചെല്ലുന്നതും കാത്തിരിക്കുകയാ എന്ന് സന്ദീപ് പറയുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാം, ചടങ്ങ് മുടക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടറും പറയുന്നു. പോയിസൺ ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് അർച്ചന ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല, ടെസ്റ്റ് റിസൾട്ട് വരണം. ഇവിടെ എത്തിക്കാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ആർ വെരി ലക്കി. അപ്പോൾ ശരി, വിശ്രമിക്ക്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഡോക്ടർ സന്ദീപിനെയും സച്ചിയെയും വിളിച്ചിട്ട് പോകുന്നു. പുറകെ അവരും പോകുന്നുണ്ട്. എന്താ ഡോക്ടർ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് എ ക്രൈം, ഒരു കൊലപാതക ശ്രമമാണിത്, പോലീസിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സത്യമാണ് ഡോക്ടർ, കുഞ്ഞുങ്ങൾക്ക് ആ പായസം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്ന്. എന്തായാലും പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്യാം. അവര് വന്ന് മൊഴിയെടുത്തതിന് ശേഷം പോയാൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഒഴിവായി പോയത്. അല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അർച്ചനയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. അസാധാരണമായ മനക്കരുത്തുള്ള ഒരു കുട്ടിയാണ് അർച്ചന. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാനിക് ആവാതെ ആ ചോറിൽ വിഷമുണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പോയിസൺ കലർന്ന ആ പായസം എടുത്തു കുടിക്കാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, സമ്മതിക്കാതെ പറ്റില്ല. യു ആർ എ ലക്കി മാൻ. ഇതുപോലെ ഒരു വൈഫിനെ ലോകത്ത് അപൂർവമായി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ഏട്ടൻ വിഷമിക്കല്ലേ, ഏട്ടത്തിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് സന്ദീപ് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം സച്ചി ഇപ്പോൾ വീണ്ടും അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, നമ്മുടെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സച്ചി അപ്പോൾ അർച്ചനയുടെ തലയിൽ തലോടി കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല മോളെ, അവർ സേഫ് ആണെന്ന്. ഇത് കേട്ട് ആശ്വസിക്കുന്നുണ്ട് അർച്ചന. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ നെല്ലിശ്ശേരിയാണ്. അച്ഛൻ ടെൻഷൻ ആകാതെ ഇരിക്കുക, ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് സ്നേഹ സേതുവിനോട് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രയും നേരമായില്ലേ, അവർക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ എന്ന്. ഹോസ്പിറ്റലിൽ ടെൻഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അച്ഛാ എന്ന് ധനുഷ് പറയുന്നു. ഈ വീടിന്റെ നെടുന്തൂണ എന്റെ അർച്ചന മോള്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇത് ചെയ്തത് ആരായാലും അവരെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും എന്ന് സേതു പറയുമ്പോൾ അവന്തിക അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, നമ്മൾ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണമായിരുന്നു എന്ന്. ഇവൾ തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. ആ ജോലിക്കാരി ചിലപ്പോൾ ഇവളുടെ ആളായിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ധനുഷ്. ഉടനെ സേതു പറയുന്നുണ്ട്, എനിക്ക് ചോദിക്കാനുള്ള നിന്നോടാ. അതിന് ഞാനെന്ത് ചെയ്തു എന്ന് അവന്തിക. ആ ജോലിക്കാരിയെ വിളിച്ചത് നീയല്ലേ? ആരാ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്? അവർ ആരാ എന്താ എന്നൊക്കെ നിനക്കറിയില്ലെങ്കിലും പരിചയപ്പെടുത്തി തന്നവർക്ക് അത് അറിയായിരിക്കുമല്ലോ. ജോലിക്കാരെ തരുമ്പോൾ നല്ല വിശ്വസ്തരായ ആളുകളെ തരാമെന്ന് പറയായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. അവരെവിടെ പോയാലും നീ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്ന് ദേഷ്യത്തോടെ അവന്തികയോട് പറയുകയാണ് സേതു. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് അവരെ ആരും പരിചയപ്പെടുത്തി തന്നതല്ല. ടൗണിലുള്ള ഒരു ഏജൻസിയിൽ നിന്നാ ജോലിക്കാരെ അയച്ചത്. ഞാൻ കരുതിയത് ഈ സ്ത്രീ അവരുടെ കൂടെ വന്നതായിരിക്കുമെന്നാ. എന്തായാലും ആ ഏജൻസി ഏതാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക ധനുഷിനെ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ധനുഷ് പറയുന്നുണ്ട്, അല്ല, അവരാരാ എന്താ എന്നൊക്കെയുള്ളത് നമുക്കറിയില്ലല്ലോ. അവരെ കുറിച്ച് പറയാൻ ആ ഏജൻസിക്കാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ എന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ശത്രുക്കൾ ആരാ എന്താ എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് ധനുഷിനെ നോക്കി പറയുകയാണ് അവന്തിക. എന്നിട്ട് സേതുവിനോട് പറയുന്നുണ്ട്, ആ ജോലിക്കാർ പറയുന്നത് അവര് വരുമ്പോൾ ആ സ്ത്രീ ഗേറ്റിന് വെളിയിൽ നിൽക്കുമായിരുന്നെന്നാ. അപ്പൊ പിന്നെ ആ സ്ത്രീ ആരാ? ആരാ അവരെ ഇങ്ങോട്ട് അയച്ചത്? 2 പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇത്രയും വലിയ ശത്രുക്കൾ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് സേതു പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, എന്തായാലും താമസിയാതെ തന്നെ ഇതെല്ലാം വെളിച്ചത്തോട്ട് വരും. അപ്പോൾ സേതുവിന്റെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നു. അർച്ചനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിലെത്തുമെന്ന്. അവൾ കഴിച്ചത് വിഷം തന്നെയാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, രക്തത്തിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. പായസത്തിൽ തന്നെയാണ് വിഷമുണ്ടായിരുന്നത്.
എന്തായാലും അർച്ചനയുടെ ജീവൻ ഒരു ആപത്ത് സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലെത്തും എന്ന് സച്ചി പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. സേതു ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവർ 2 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിലെത്തുമെന്ന്. ആതിരയും കമലയും എവിടെ? അവരോട് വേണം ഈ കാര്യം ആദ്യം പറയാനെന്ന് സേതു പറയുമ്പോൾ അർച്ചനേട്ടത്തിയുടെ അമ്മ ആകെ തളർന്നിരിക്കുകയാണ്. ആതിരയും അനഘയും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് സ്നേഹ പറയുന്നു. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മോള് വേഗം ചെന്ന് അവരോട് പറയേ, ആ പാവങ്ങൾക്ക് അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് സേതു പറയുമ്പോൾ സ്നേഹ അവരോട് പറയാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു. അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ സേതു പറയുന്നുണ്ട്, അവന്തിക എനിക്ക് ആ ഏജൻസിയുടെ നമ്പറും ഡീറ്റെയിൽസും എനിക്ക് എത്രയും വേഗം വേണം. ആ ജോലിക്കാരിയെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അവന്തികയ്ക്കാണ്. നാളെ വൈകുന്നേരത്തിന് മുമ്പ് നീ അത് ചെയ്തിരിക്കണം എന്ന് സേതു പറയുമ്പോൾ അവൾ ആരായാലും അച്ഛന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് അവന്തിക പറയുന്നു. അത് വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം ബാക്കി നിൽക്കും. കാരണം ആ ജോലിക്കാരിയെ വിളിച്ചത് അവന്തികയാണല്ലോ എന്ന് ധനുഷ് പറയുമ്പോൾ ജോലിക്കാരിയെ മാത്രമല്ല, ഈ കുടുംബത്തിനകത്ത് ഇതുവരെ കുഴപ്പമുണ്ടാക്കാൻ വന്നവരെയൊക്കെ എല്ലാവർക്കും മുന്നിൽ ഞാൻ തുറന്നു കാണിക്കും. അപ്പോഴും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണണം എന്ന് ധനുഷിനെ നോക്കി പറയുകയാണ് അവന്തിക. ഈ സമയം അവിടേക്ക് തിരുമേനി വരുന്നു. അപ്പോൾ സേതു പറയുന്നുണ്ട്, ചടങ്ങ് മുടങ്ങിയല്ലോ തിരുമേനി എന്ന്. ആര് പറഞ്ഞു ചടങ്ങ് മുടങ്ങിയെന്ന്? രാഹുകാലം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് അല്പം ചോറ് റെഡിയാക്കിക്കൊണ്ട് വന്നാൽ മതി. ചോറൂണ് ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താമെന്ന് തിരുമേനി പറയുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയാണ് സേതു. അവന്തികയോട് സേതു പറയുന്നുണ്ട്, കമലയോട് വേഗം ചോറ് റെഡിയാക്കി വെക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞ് സേതുവും അവന്തികയും പോകുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവന്തികയ്ക്ക് ഇതിൽ നല്ല പങ്കുണ്ടെന്ന് ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് സച്ചിയും സന്ദീപും കൂടി അർച്ചനയും കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു. പുറത്ത് കമല നിൽക്കുന്നുണ്ട്. സേതുവും അവിടേക്ക് വരുന്നു. അർച്ചനയുടെ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ടതുകൊണ്ട് തന്നെ നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് അർച്ചന. സച്ചി അർച്ചനയെ പിടിച്ചുകൊണ്ട് വരുന്നു. അച്ഛൻ ആകെ പേടിച്ചു പോയല്ലോ മോളെ, എന്തിനാ നീ അതെടുത്ത് കുടിച്ചത്? അകത്തേക്ക് വാ എന്ന് അർച്ചനയോട് പറയുകയാണ് സേതു. മോള് വിഷമിക്കണ്ട, ചോറൂണ് നമുക്ക് ഇപ്പോൾ തന്നെ നടത്താം, മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല എന്ന് കമല പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, മോള് വരുന്നതും കാത്തിരിക്കുമായിരുന്നു ഞങ്ങളെന്ന്. ആരാ ഇത് ചെയ്തത് എന്ന് അർച്ചന അവരോട് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരിയാണ്. അവർ ആരാണെന്നോ എന്താണെന്നോ എന്തിനാണ് ഇവിടെ വന്നതെന്നോ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നോ ഒന്നും അറിയില്ല. പക്ഷെ അവളാണ് ഇത് ചെയ്തത് ഉറപ്പാണെന്ന് സേതു പറയുന്നു. ഏജൻസിയിൽ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞു വിളിച്ചത് ഞാനാണ്. പക്ഷെ അവിടെ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവന്തിക പറയുന്നു. ഇവിടെ നിന്നും ആരും വിളിക്കാതെ ആ ജോലിക്കാരി വന്നത് എങ്ങനെയാ? എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ടെന്നും അർച്ചന പറയുന്നു. നീ പറഞ്ഞത് കാര്യമാണ്, ഇതിലെന്തോ കള്ളക്കളിയുണ്ടെന്ന് അവന്തികയും പറയുന്നു. ഈ സമയം അവന്തികയെ വളരെ രൂക്ഷമായി നോക്കുകയാണ് അർച്ചന. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇനി ഇവൾക്ക് വല്ല സംശയം തോന്നിക്കാണുമോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. എന്തായാലും ഇത് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, തക്കതായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ധനുഷ് പറയുന്നുണ്ട്. എന്തായാലും ഈ വീടിനകത്തുള്ള ആരും അറിയാതെ ആ ജോലിക്കാരി ഇവിടെ വരില്ല. ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്ന് മീര പറയുന്നു. ഉടനെ സ്നേഹ പറയുന്നുണ്ട്, അങ്ങനെ സംശയമുള്ള സ്ഥിതിക്ക് പോലീസിനെ അറിയിക്കുന്ന കാര്യത്തിൽ ഒരു താമസവും വേണ്ടെന്ന്. ഏജൻസിക്കാർ അറിയാതെയാണ് ആ ജോലിക്കാരി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവര് വരുമ്പോൾ ഈ സ്ത്രീ പുറത്ത് കാത്തു നിൽക്കുവാണെന്നാ മറ്റുള്ളവർ പറഞ്ഞതെന്ന് കമല പറയുന്നു. എന്നിട്ട് ആ ജോലിക്കാരി എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവർ രക്ഷപ്പെട്ടു എന്ന് അവന്തിക പറയുന്നു. ഭാഗ്യം കൊണ്ട് കുഞ്ഞുങ്ങൾക്കും അച്ചുവിനും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കമല. എന്നിട്ട് പോലീസിനെ അറിയിച്ചോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അറിയിച്ചില്ല, അവർ ആരാണെന്ന് കണ്ടുപിടിക്കുകയും വേണമെന്ന് അവന്തിക പറയുന്നു. അത് നമുക്ക് ചെയ്യാം, മുഹൂർത്തം തീരുന്നതിന് മുമ്പ് കുട്ടികളുടെ ചോറൂണ് നടത്തണം എന്ന് സേതു പറയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മോൾ ആ പായസം കുടിച്ചത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സേതു പറയുന്നു. ഏതായാലും ഇനി ചോറൂണ് നടത്താം, ഇനി 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഈ സമയം ചോറും പായസവുമായി അനഘ അവിടേക്ക് വരുന്നു. അങ്ങനെ സേതു കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ചോറ് കൊടുക്കാൻ ഇരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.